ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉത്തരങ്ങളാണ്, ആൻസേഴ്സ് ആണ്. അതായത് നിങ്ങൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞ ഹാഫ് ഇയർലി എക്സാമിൻ്റെ ആൻസർ കീ ഇംഗ്ലീഷാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് വായിക്കാൻ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കുക. എല്ലാം ഞാൻ വായിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ആൻസേഴ്സ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ വായിക്കുക. തുടർന്നുള്ള ചോദ്യമാണ് 1. ഫ്രം മോർണിംഗ് ടു നൈറ്റ് അർജുൻ ലവ് ടു ഡാഷ്. ആൻസർ ഓപ്ഷൻ സി, പ്ലേ ഓൺലൈൻ ഗെയിംസ് ആൻഡ് വാച്ച് വീഡിയോസ്. Next, what did Miss Nandini give Arjun in the science club? Option D, a small motor and a few wires. Answer ആണ്. 3. Some words and their meanings are given in pairs. Select the incorrect pair ആണ് കേട്ടോ. ശരിയല്ലാത്തത് ടൈനി, വെരി ബിഗ്, അത് കറക്റ്റ് അല്ലാതെ. ഇതാണ് ആൻസർ വരിക ഇതിൻ്റെ. 4. What change was seen in Arjun when he got the motor and tools? He became active and curious again. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 5. Read the following statements ആണ്. നമുക്ക് ഈ 4 സ്റ്റേറ്റ്മെന്റും വായിച്ച് ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. അർജുൻ വാസ് അഡിക്റ്റഡ് ടു മൊബൈൽ ഫോൺ. Nandini teacher scolded Arjun for not doing homework. Arjun learned how to make tiny robots. 4. Nandini teacher brought Arjun back to his studies. അപ്പോൾ ഓപ്ഷൻ 1, 3 and 4 ആണ് കറക്റ്റ് ആയിട്ട് വരിക. 1, 3, 4. ഓപ്ഷൻ സി, ചൂസ് ദ കറക്റ്റ് ഓപ്ഷനിൽ ഓപ്ഷൻ സി കറക്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് കോൺവെർസേഷൻ ആണ്. രഞ്ജീസ് ബാറ്റിംഗ് ലെഡ് ഹിസ് ടീം ടു വിക്ടറി ഇൻ മെനി മാച്ചസ്. ഗ്രാജുവലി ഹി ബിക്കേം എ ഫേമസ് ബാറ്റ്സ്മാൻ. ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് രഞ്ജി മെറ്റ് ഹിസ് ഓൾഡ് ടീം മെമ്പർ ഭീം. ദേ ടോക്ക്ഡ് അബൌട്ട് ദ ക്രിക്കറ്റ് മാച്ചസ്, ദേ പ്ലേഡ് ദ മാജിക് ബാറ്റ് ആൻഡ് മെനി അതർ തിങ്സ്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ രഞ്ജി ആൻഡ് ഭീം. റൈറ്റ് എ മിനിമം ഓഫ് 5 എക്സ്ചേഞ്ചസ്. അപ്പോൾ രഞ്ജിയും ഭീമും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. Beam, hello Renji, it has been a while. Congratulations on your success. Renji, thank you Beam, it's great to see you too. How have you been? Beam, I am good. We were just talking about your magic bat and all the matches we played together. Renji, the magic bat. Mr. Kumar taught me that the real magic was not in the bat but in self-belief and confidence. Beam, that's a great lesson. You have truly become a famous batsman. Keep up the good work. Okay, ഇതാണ് നമ്മുടെ കോൺവെർസേഷൻ വരിക. ഇനി നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ആണ്. റീഡ് ദ ഇൻസ്റ്റൻസസ് ഫ്രം ദ സ്റ്റോറി. എ റോബോട്ട് വിത്ത് എ വൈറസ്. ഫ്രം ദീസ് ഇൻസ്റ്റൻസസ് ഫൈൻഡ് ഔട്ട് ദ പേഴ്സണൽ ട്രേറ്റ്സ് ഓഫ് റിക്കി. ഡെവലപ്പ് ദം ഇൻ ടു എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റിക്കി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പേഴ്സണൽ ട്രേറ്റ്സ് എഴുതണം. ട്രേറ്റ്സിന് ശേഷം റിക്കിയുടെ ക്യാരക്ടർ സ്കെച്ചും എഴുതണം. ആദ്യം നമുക്കിതിൻ്റെ പേഴ്സണൽ ട്രേറ്റ്സ് ഒന്ന് നോക്കാം. റിക്കി വാസ് എക്സൈറ്റഡ് വെൻ ഹി ഗോട്ട് എ ബട്ട്ലർ റോബോട്ട്. എക്സൈറ്റഡ്, ജോയ്ഫുൾ, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. Ricky cast a suspicious eye on the robot. Very distressful. I want to get rid of the robot. Be argued with his father. Stubborn, argumentative. Ricky kept on complaining to his parents about the robot. Complaining, persistent. Finally, Ricky kept things tidy in his house. Responsible and tidy. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കാം. റിക്കിയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് കേട്ടോ ഇത്. റിക്കി ഈസ് എ ക്യാരക്ടർ. The answer ആണ്. Ricky is a character who is initially careless, untidy, varied, distrustful, stubborn, argumentative, complaining and persistent, but eventually becomes responsible and tidy. Ricky's character undergoes a transformation throughout the story. Initially, instances like throwing belongings around show a careless and untidy nature. His excitement about the robot reveals a joyful side. However, he also displays negative traits like being wary and distrustful when he casts a suspicious eye on the robot. Further instances show him as stubborn and argumentative when he argues with his father, and complaining, persistent as he constantly complains to his parents. Finally, he demonstrates responsibility by keeping things tidy in his house. എഡിറ്റിംഗ് ആണ്. നമുക്ക് പാസേജ് റീഡ് ചെയ്ത് കറക്റ്റ് ആക്കുക. അപ്പോൾ ഈ ഹെലൻ കെല്ലർ എന്നുള്ളതിൽ H ക്യാപിറ്റൽ ആക്കുക കേട്ടോ. ഹെലൻ കെല്ലർ വാസ് എൻ അമേരിക്കൻ ഓതർ, ലെക്ചറർ ആൻഡ് സോഷ്യൽ ആക്ടിവിസ്റ്റ്. ഷി വാസ് ബോൺ ഇൻ വരില്ല, ഓണാണ്, ജൂൺ 1818. In her childhood ആണ്. ഹെർ ഫസ്റ്റും ചൈൽഡ്ഹുഡ് രണ്ടാമത്. സി ഹെർ ചൈൽഡ്ഹുഡ്.
She lost her sight and hearing due to an illness. With the help of her teacher, Helen learned in spelling ആണ് ശരിയാക്കേണ്ടത്. LEAR ആണ് കേട്ടോ. To communicate using code language, she became ആണ് the first deaf blind person to get a college degree. Helen Keller on her childhood learned became ആണ് ആൻസേഴ്സ് ആയിട്ട് വരിക. നാലാമത്തതിന്റെ ആൻസർ ആണിത്. ഇനി 5 ആണ്. 5 നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. 5A or 5B ചെയ്താൽ മതി. 5A വരുന്നത് ടോട്ടോചാൻ എൻജോയ്ഡ് ദ ട്രിപ്പ് വിത്ത് ഹർ ഫ്രണ്ട്സ് ടു ദി ഹോട്ട് സ്പ്രിംഗ്. ഷീ തോട്ട് അബൌട്ട് ഹർ ട്രാവൽ ഇൻ ദ ട്രെയിൻ ആൻഡ് ഷിപ്പ്. ദ മെമ്മറീസ് അബൌട്ട് ദ ബീച്ച് ആൻഡ് ദ ഗിഫ്റ്റ് ഗിവൺ ബൈ ദ മാൻ ആൻഡ് മെനി അതർ തിങ്സ് ഫ്ലാഷ് ത്രൂ ഹർ മൈൻഡ്. റൈറ്റ് ദ തോട്ട് ഓഫ് ടോട്ടോചാൻ. ടോട്ടോചാൻ്റെ ചിന്തകൾ എഴുതുക. അല്ലെങ്കിൽ ഓറുണ്ട്. 5B. Ranji scored many runs for his team in the cricket match. He was very happy. He thought about his magic bat, batting performance, support of Mr. Kumar and many other things. Write the thoughts of Ranji. അപ്പോൾ നമുക്ക് 5A നോക്കാം ടോട്ടോചാൻ്റെ, then 5B നോക്കാം കേട്ടോ. 5A ആണ്. ഇത് നമുക്ക് 2 രീതിയിൽ എഴുതാം. അവരുടെ ടോട്ടോചാൻ്റെ തോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ടോട്ടോചാൻ തന്നെ വിചാരിക്കുന്ന പോലെ എഴുതാം. ഇത് ഞാൻ എഴുതിയിരിക്കുന്നത് ടോട്ടോചാൻ തന്നെ വിചാരിക്കുന്ന പോലെയാണ് കേട്ടോ. അവർ തന്നെ നമ്മൾക്കൊരു ചിന്ത വരില്ലേ, അതുപോലെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. 5A. Still can't forget the rhythmic sound of the train wheels and the gentle sway of the ship. I can't forget the feeling of the sand and the sound of the waves at the beach. The warmth of the gift given by the man and the kindness behind it. It's really precious to me. I felt happiness and contentment from enjoying the trip with my friends at the hot spring. ഇത് ടോട്ടോചാൻ്റെ തോട്ടാണ് കേട്ടോ. 5A കഴിഞ്ഞ് 5B ആണ് പറയുന്നത്. ഓർ ക്വസ്റ്റ്യൻ ആണിത്. രഞ്ജീസ് തോട്ട്സ് വുഡ് ലൈക്ലി. ഇത് ഞാൻ എഴുതിയിരിക്കുന്നത് നമ്മൾ എഴുതുന്ന പോലെയാണ്. രഞ്ജിയുടെ തോട്ടുകൾ ഇതാവാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്ന പോലെയാണ് കേട്ടോ. രഞ്ജീസ് തോട്ട്സ് വുഡ് ലൈക്ലി ഫോക്കസ് ഓൺ ദ പെർസീവ്ഡ് മാജിക് ഓഫ് ഹിസ് ബാറ്റ് ആൻഡ് ഹിസ് ഹാപ്പിനെസ് അറ്റ് ഹിസ് ബാറ്റിംഗ് പെർഫോമൻസ്. ഹി വുഡ് ഫീൽ എ ഡീപ് സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൈഡ് ഇൻ ഹാവിംഗ് സ്കോർഡ് സോ മെനി റൺസ് ഫോർ ഹിസ് ടീം. ഹി വുഡ് ഓൾസോ ബി താങ്ക്ഫുൾ ഫോർ മിസ്റ്റർ കുമാർസ് സപ്പോർട്ട് ആൻഡ് ദ ഗിഫ്റ്റ് ഓഫ് ദ ലക്കി ബാറ്റ്, which he believes is the reason for his success. He might be thinking about how this performance has changed his luck and restored his confidence, making him feel like a star player again. ഇനി 6 പ്രിപ്പയർ ഇൻസ്ട്രക്ഷൻസ് ആണ്. 6A ഉണ്ട് 6B ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. പക്ഷേ ഇവിടെ 2 ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. 6A. യുവർ സ്കൂൾ ഇസ് കണ്ടക്ടിങ് എ പെയിന്റിംഗ് കോമ്പറ്റീഷൻ നെക്സ്റ്റ് വീക്ക്. റൈറ്റ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ഫോർ ദ പാർട്ടിസിപ്പൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹിൻസ് ഗിവൺ ഇൻ ദ ബോക്സ്. ടൈം ആൻഡ് വെന്യൂ, ഫുഡ് ആൻഡ് അറേഞ്ച്മെന്റ്, തിങ്സ് ടു ബ്രിങ് പ്രൈസസ് നമ്മൾ അത്രയും ഇതിൽ ഉൾപ്പെടുത്തണം കേട്ടോ. പിന്നെ ഓർ ക്വസ്റ്റ്യൻ വരുന്നത് 6B. യുവർ സ്കൂൾ ഇസ് പ്ലാനിങ് എ ഫീൽഡ് ട്രിപ്പ് ഫോർ സ്റ്റുഡൻസ് ടു എ ബേർഡ് സാങ്ച്വറി. ഇമാജിൻ ദാറ്റ് യു ആർ ഓർഗനൈസിംഗ് ദ ട്രിപ്പ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു ബേർഡ് സാങ്ച്വറിയിലേക്ക് പോവാണ് ട്രിപ്പ്, പക്ഷി സങ്കേതം കാണാൻ. അപ്പോൾ അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? തിങ്സ് ടു ക്യാരി ഇൻ ദ ട്രിപ്പ്. ട്രിപ്പിൽ എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, തിങ്സ് ടു ഒബ്സർവ് അറ്റ് ദ സാങ്ച്വറി, റീഫ്രഷ്മെന്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. 6A 6B. 6A ആണ് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ഫോർ ദ പെയിന്റിംഗ് കോമ്പറ്റീഷൻ. പെയിന്റിംഗ് കോമ്പറ്റീഷൻ ഇൻസ്ട്രക്ഷൻ എന്താ? ടൈം ആൻഡ് വെന്യൂ. ദ കോമ്പറ്റീഷൻ വിൽ ടേക്ക് പ്ലേസ് ഓൺ 10/1/2026 at 11 AM in the school auditorium. Participants must arrive 15 minutes early for registration. Things to bring: participants are required to bring their own brushes, paints and any other materials needed for their artwork. Drawing sheets will be provided by the school. Food and arrangements: refreshments will be available for all participants. Seating and easels will be arranged by the school. Prizes: winners will receive exciting prizes, certificates and their artwork will be displayed in the school gallery. ഇനി 6B ആണ് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ഫോർ എ ഫീൽഡ് ട്രിപ്പ് ടു എ ബേർഡ് സാങ്ച്വറി. തിങ്സ് ടു ക്യാരി ഇൻ ദ ട്രിപ്പ് എന്താ? വാട്ടർ ബോട്ടിൽ ആൻഡ് പാക്ക്ഡ് ലഞ്ച്, ബൈനാക്കുലേഴ്സ് ഫോർ ബേർഡ് വാച്ചിങ്. അത് അവിടെ എന്ത് വേണമെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. ബൈനാക്കുലേഴ്സ് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, അത് വന്നു പോയതാണ് ടൈപ്പ് ചെയ്തപ്പോൾ കേട്ടോ. ബൈനാക്കുലേഴ്സ് വേണമെങ്കിൽ എഴുതിയാൽ മതി. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും പോകുമ്പോൾ ബൈനാക്കുലേഴ്സ് കൊണ്ടുപോകില്ലല്ലോ, പക്ഷേ അത് എഴുതുകയാണെങ്കിൽ എഴുതാം. നോട്ട്ബുക്ക് ആൻഡ് പെൻ ഫോർ ഒബ്സർവേഷൻസ്. പിന്നെ ഇവിടെ കുറേ കോമ ഉണ്ട് കേട്ടോ. സൺസ്ക്രീൻസ് ആൻഡ് എ ഹാറ്റ്. ഒരു തൊപ്പിയും ഒരു സൺസ്ക്രീനും കരുതുക വെയിലത്ത് നടക്കുമ്പോൾ കേട്ടോ. പ്രിക്കോഷൻസ് ആ മെയിൻറ്റെയിൻ സൈലൻസ് ടു അവോയ്ഡ് ഡിസ്റ്റർബിങ് ദ ബേർഡ്സ് ഡേ. ബേർഡ്സ് കഴിഞ്ഞൊരു ഫുൾ സ്റ്റോപ്പ് കേട്ടോ. Stay with the group and follow the teacher's instruction. Do not litter. Use designated bins. Do not feed the birds or touch the full stop touch any wildlife. Things to observe at the sanctuary: different species of birds and their behaviors. എല്ലാം full stop ഉണ്ട്. Types of nest and habitats. Different plant species in the area. The overall ecosystem and conservation efforts.
Refreshment, students should bring their own water bottles and snacks. Full stop. Lunch will be provided, brought and eaten at a designated area. Ensure all waste is disposed properly. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേർഡ് സാങ്ച്വറി വിസിറ്റ് ചെയ്യാൻ പോണവരുടെ ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. 6Bയും നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ 6 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും എല്ലാ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർ കീ നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.